ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുരിദാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ യോക്ക് പോർഷനിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് 2 കളർ ത്രെഡ് വേണം, അതുപോലെ തന്നെ സിൽവർ കളർ സീക്വൻസും. നിങ്ങൾ ഏത് കളർ ബോട്ടമാണ് ചുരിദാറിന് പെയർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ത്രെഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ചെയ്യാനുള്ള ഡിസൈൻ നമുക്ക് മെറ്റീരിയലിലേക്ക് വരച്ചു കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഡിസൈൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉൾവശം ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സും ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 ഫ്ലവേഴ്സ് ഞാനിവിടെ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ ത്രെഡ് കൊണ്ട് ഇതിനൊരു ലീഫ് കൊടുക്കണം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നീഡിൽ 2 ചുറ്റ് കൊടുക്കുക. അതിനുശേഷം ത്രെഡ് താഴത്തോട്ട് കൊണ്ടുപോവുക. ലോങ് ഫ്രഞ്ച് നോട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ പോയിട്ട് കണ്ടു നോക്കുക. ഇതിൻ്റെ 2 സൈഡിലായിട്ട് 2 വീതം ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കണം. ഇനി ഫ്ലവറിൻ്റെ ചുറ്റിലും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് സീക്വൻസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ത്രെഡ് കൊണ്ട് തന്നെയാണ് സീക്വൻസ് വെച്ച് കൊടുക്കുന്നത്. സീക്വൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം നീഡിൽ ഒരു പ്രാവശ്യം ത്രെഡ് ചുറ്റിയതിന് ശേഷം ത്രെഡ് താഴത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ സീക്വൻസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു നോട്ട് വരും. മുകളിലത്തെ 2 ഫ്ലവറിന് ചുറ്റിലായിട്ട് സീക്വൻസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. താഴത്തെ ഫ്ലവറിന് താഴെയായിട്ട് 3 ലോങ് ഫ്രഞ്ച് നോട്ടും കൊടുക്കണം. ഡിസൈനിൻ്റെ ഫൈനൽ ലുക്കാണിത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക. താങ്ക്